ഇങ്ങനൊരു സാധനോട് വെച്ചിട്ടില്ലായിരുന്നല്ലോ. ഇതെന്താ കാറ്റടിക്കാതെ ആടണ? കാറ്റാടിയാ. ഇനി 2 ചേനയും 2 മത്തനും കൂടെ കിട്ടിയ എന്റെ പൊന്നമ്മയ്ക്ക് ഒരാഴ്ചത്തേക്കുള്ള കോട്ടയായി. തീറ്റിപ്പൊണ്ടോരം. നേരെ ഒന്ന് ഇരുട്ടിക്കോട്ടെ. ചേനയും മത്തനും കണ്ണം മാഷയുടെ പറമ്പിൽ നിന്ന് ഒപ്പിക്കാം. കേറുന്നുമില്ല. ഇനി എപ്പോഴാവും ഇരുട്ടി കിട്ടുക? ഈശ്വര, അമ്മഞ്ഞപ്പിത്തം കണ്ടു എന്നാ തോന്നുന്നു. ഇനി ഈ നാട് മുഴുവൻ പാട്ടാക്കും. ഞാനിതാ വരുന്നേ. സോറി ലേഡീസ്. എന്താ വന്ന് വീണത്? എന്താ ഇത്? എന്ത് നിങ്ങൾ കുളിക്കുക? പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവിലാണോ തന്റെ നീരാട്ട്? ഞാൻ നീരാടാൻ ഇറങ്ങിയതല്ല. പിന്നെ മൂത്ത കൊല എടുത്ത് കുഴിയിലോട്ട്. അയ്യോ, ഒന്നും ചെയ്യല്ലേ, പപ്പടം പൊടിഞ്ഞു പോകും. പപ്പടം നിന്റെ തന്ത. സ്വന്തം മോന്റെ തന്തയ്ക്ക് വിളിക്കാൻ നാണല്ലോ തന്ത. നിന്നെ ഞാൻ അയ്യോ ദാസേട്ട ഒന്ന് അടങ്ങ്. ദാസേട്ടനെങ്കിലും ഞങ്ങൾ കണ്ടപ്പോ ഓടിയത്. കുറെ കാലമായല്ലോ നടക്കില്ലേ. അവാർഡ് കിട്ടി. അവാർഡോ? ആ, കർഷകശ്രീ അവാർഡ്. കർഷകശ്രീയോ? ഈശ്വര, ഇതെങ്ങനെ സംഭവിച്ചു? ഒരു മണ്ണിനെ പോലും കൈകൊണ്ട് തൊടാത്ത എനിക്ക് കർഷകശ്രീ അവാർഡോ? അയ്യേ, ദാസേട്ടനല്ല, ദേവേട്ടന്. എന്തായാലും ദേവന് കർഷകശ്രീ അവാർഡ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഒരുമിച്ച് മുങ്ങിക്കുളിക്കാം. എന്താ ഒന്നും പറ്റിയടോ? ഒന്നുമില്ല. ബിന്ദുവരുത്തി, ബിന്ദുവരുത്തി. എന്റെ ഈശ്വര, എന്താ ദേവേട്ടൻ? ദേവേട്ടൻ കർഷകശ്രീ. ഞാൻ അന്നേ പറഞ്ഞില്ല, ആ ചാത്തിന്റെ മോള്. ഏതവന്റെ മോളായാലും ശരി, എന്റെ അനിയനെ പാട്ടിലാക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ വെച്ചേക്കില്ലേ. അയ്യോ, എന്റെ ബിന്ദുവരുത്തി പെണ്ണും പെടക്കോഴൊന്നും അല്ല. പിന്നെ നമ്മുടെ ദേവേട്ടനെ കർഷകശ്രീ അവാർഡ് കിട്ടി. പൊന്നമ്മേ, താങ്ങിക്കോ. ഇത് തീരെയുള്ള അസുഖം. ഒരു കൈ സഹായിക്ക് മക്കളെ, താങ്ങാൻ പറ്റുന്നില്ല മക്കളെ. കെട്ടിയെടുത്തോ? ഓ ദൈവമേ, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. ഈ നട്ടപ്പാരാർ എവിടെയായിരുന്നു? പച്ചക്കറി വെച്ച് പിടിപ്പിക്കായിരുന്നു. എന്റെ വർത്തമാനം കേട്ടതോ നിന്റെ തന്ത അമിട്ട് തങ്കപ്പം നട്ടുണ്ടാക്കിയാണ് ഇതൊക്കെ. രാവും പകലും ഇല്ലാതെ അധ്വാനിച്ച് കട്ടുമുടിച്ച് ഓരോന്ന് തൊള്ളക്കെറ്റം കൊണ്ടുവരുമ്പോ നീ എന്റെ മെക്കിട്ടോടെ ഭൂതന്നെ. ഓ, നട്ടപ്പാരാക്കി വില്ലടിച്ച പാട്ട് നിൽക്കാതെ എന്തെങ്കിലും നക്കി വെച്ച് കിടക്കാൻ നോക്കും മനുഷ്യ. ഓ, നീ എന്റെ കിടത്തും നീ. എടേ ചവല പിശാചേ, രാവിലെ പുഴുങ്ങി തിന്നെ ഒരു കർഷകന്റെ വേദന. നല്ലൊരു കൊല തരാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, സമ്മതിച്ചു. എത്ര വെറൈറ്റി കൊല കിട്ടിയാലും നീ തൃപ്തിപ്പെടില്ല എന്നുള്ള എനിക്കറിയാം. നിന്റെ ആദ്യ ഭർത്താവ് ചെട്ടിയാർ ഒരു ഫ്രീ കുട്ടിയടക്ക നിന്നെ എന്റെ തലയെ കെട്ടി വെച്ച് അന്ന് തുടങ്ങി എന്റെ പവന. എന്നെ കൊണ്ട് പറയാനുള്ള മുഴുവൻ പറഞ്ഞു കിടന്നാ മതി. റബ്ബർ പോലെ പൊതുതാന്നിരിക്കുന്ന നിന്നെ എങ്ങനെ ചവിട്ടിക്കൊള്ളാനാടി? എടാ തന്തേ, കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞങ്ങൾ പിള്ളേർ കിടന്ന് ഉറങ്ങണം. എടീ, ആ പാഴ്വെള്ളച്ചൊക്കെ പറഞ്ഞു കേട്ടോ. ഇപ്പൊ എനിക്ക് ഉറപ്പായി അവനെ എണ്ണ ചെട്ടിയാരുടെ മോൻ തല്ലേ. ഇപ്പോഴാണ് മനസ്സിലായത്. എന്റെ കൈ കൊണ്ട് ദിവസം ഒന്ന് കിട്ടിയാലേ ഉറങ്ങുള്ളൂ വെച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? പൊന്നവേ, കേട്ട ഇഷ്ടമുള്ള അരിപൊരി. എത്ര ദിവസമായി ഒന്ന് കണ്ടിട്ട്? വർഷത്തിൽ 10 മാസം കാട്ടി തന്നെ. എന്റെ ബിന്ദു, സ്നേഹം കൊണ്ട് നീ എന്നെ ഇങ്ങനെ വീർപ്പ് മുട്ടിക്കരുത്. എന്തൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നതെന്ന് നിനക്കറിയാവോ? ഈ ടാസ്ക് ഫോഴ്സ് സബ് ഇൻസ്പെക്ടർ എന്നൊക്കെ പറഞ്ഞ ചിലത കാര്യമാ അല്ലേ പൊന്നമ്മേ? പിന്നെ നിന്റെ അനിയന് കർഷകശ്രീ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ആരാ? ആ, എന്റെ വീരണ്ണനാ. അങ്ങേരിതെങ്ങനെ അറിഞ്ഞു? നാട്ടിൽ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും ഓൺ ദ സ്പോട്ടിൽ അദ്ദേഹത്തെ അറിയിക്കാൻ തുടങ്ങുന്നത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയല്ലേ?
ആള് ശുദ്ധനാ. വലിയൊരു മണ്ടത്തരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടല്ലേ ഞാനിപ്പോ വരുന്നത്. അതെന്താ? ദേവൻ അവാർഡ് കൊടുക്കാൻ കൃഷി വകുപ്പ് മന്ത്രി വരുന്നു എന്നറിഞ്ഞപ്പോ വീരണ്ണൻ നിന്നോട് ചോദിച്ചു ഞാൻ പ്ലാൻ പണ്ണട്ടെ എന്ന്. എന്ത് പണ്ണ? മന്ത്രിയെ കിഡ്നാപ്പ് ചെയ്യാൻ. വെറുതെ ടൈം വേസ്റ്റ് ആക്കണ്ട. കേരളത്തിലെ മന്ത്രിമാരെ കിഡ്നാപ്പ് ചെയ്താൽ കാശിന് ഗുണമുണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴാ വീരണ്ണൻ ആ പരിപാടി ഡ്രോപ്പ് ചെയ്തത്. അതേന്ന്. അതിരിക്കട്ടെ, ദേവൻ എവിടെ? അവൻ പൊള്ളാച്ചില്ല, ഇന്നെത്തും. നിന്റെ ആങ്ങളെ ഭാഗ്യം ചെയ്തവനാ. 2.5 ലക്ഷമല്ലേ അവന് കിട്ടാൻ പോകുന്ന സമ്മാനത്തുക. 2.5 ലക്ഷം? ഇവക്കറിയില്ലായിരുന്നോ ഈ സമ്മാനത്തുകയുടെ കാര്യം? ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല. ഞാൻ അകത്ത് പോയി കുറച്ച് വെള്ളം കൊണ്ടുവരാം, മുഖത്ത് കളിക്കാം. എന്തിനാ? കുറച്ചു നേരം ഇതിങ്ങനെ കിടക്കട്ടെ. ദൈവം നന്ദിയുള്ളവരാ. നമുക്ക് സംസാരിച്ചിരിക്കാലോ. ഒരു ദിവസം നിന്നെ ഞാൻ സത്യമംഗലം കാടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു. എന്റെ വീരപ്പനെ കാണിക്കാൻ. സത്യമംഗലം. പ്രിയപ്പെട്ട നാട്ടുകാരികളെ, ഈ തേനൂർ കുന്നിന്റെ പ്രിയങ്കരനും കണ്ണിലുണ്ണിയും സർവോപരി തേനൂർ കുന്ന് ദാസന്റെ സന്തത സഹചാരിയുമായ ശ്രീമാൻ ദേവന് മലയാള മനോരമയുടെ ഈ വർഷത്തെ ഏറ്റവും ഉന്നതനായ കർഷകനുള്ള കർഷകശ്രീ അവാർഡ് ലഭിച്ചിരിക്കുന്ന വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. അവാർഡ് ദാനം തേനൂർ കുന്ന് ശ്രീലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ വെച്ച് നാളെ രാവിലെ കൃത്യം 10 മണിക്ക് ബഹുമാനപ്പെട്ട കൃഷി മന്ത്രി നെന്മണി വിഷ്ണു നിർവഹിക്കുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്താണോ തേനൂർ കുന്നിലെ ഹരിത സഹോദരന്മാരെ, നമ്മൾ പുണ്യം ചെയ്തവരാണ്. ദേവൻ നേടിയെടുത്ത ഈ കർഷകശ്രീ അവാർഡിലൂടെ തേനൂർ കുന്നിന്റെ പ്രശസ്തി കടൽ ചാടിക്കടന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി പൊൻകുന്നം വർഗീസ്, ക്ഷമിക്കണം, നെന്മണി വിഷ്ണുവിന്റെ സാന്നിധ്യം സന്തോഷമുളവാക്കുന്നതാണ്. പക്ഷേ നമ്മുടെ സംഘം പ്രസിഡന്റ് കണ്ണൻ മാഷ് സംസാരിച്ചപ്പോൾ ഈ ഗ്രാമത്തിന്റെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് കമാന്നൊരക്ഷരം പറയുണ്ടായില്ല. പ്രസിഡന്റ് ആണ് പോലും പ്രസിഡന്റ്. അദ്ദേഹം പറയുകയുണ്ടായി, മന്ത്രിക്ക് പോകാൻ തിരക്കുള്ളത് കൊണ്ട് വാക്കുകൾ വെട്ടിച്ചുരുക്കുകയാണെന്ന്. ഏത് മന്ത്രിക്കാണ് തിരക്കില്ലാത്തത്? ആകെ ഈ ഇനത്തെ തിരക്കില്ലാതെ കാണാൻ കഴിയുന്നത് വോട്ട് ചോദിക്കാൻ വരുമ്പോൾ മാത്രമാണ്. ക്ഷമിക്കണം, ഇയാള് ഇവിടത്തെ പൗരൻ തന്നെയാ. നമ്മുടെ കാർഷിക മേഖല ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ പ്രശ്നം പ്രാചീനമായ, പ്രാകൃതമായ അല്ലെങ്കിൽ പഴഞ്ചനായ കാർഷിക നയമാണ്. അത് മാറ്റണം, മാറ്റിയേ പറ്റൂ. അല്ലെങ്കിൽ ഈ കള്ളം മാഷ മാറ്റണം. നല്ല മുഴുപ്പും വലിപ്പവുമുള്ള നേന്ത്രക്കുലകളും നീളമുള്ള പടവലങ്ങകളും തൂങ്ങിക്കിടക്കുന്ന കേരളത്തെ കുറിച്ച് വേണം നമുക്ക് ചിന്തിക്കാൻ. അല്ലാതെ കണ്ണമ്മാഷെ പോലെ ഈ ബൂർഷ ആൾക്കാർ കല്ല് പെറുക്കി തുടങ്ങി. അടുത്തത് അവാർഡ് ദാനമാണ്. അവാർഡ് സ്വീകരിക്കാൻ നമ്മുടെ തേനൂർ കുന്ന് പഞ്ചായത്തിന്റെ ജീവനും തുടിപ്പും ആവേശവും എല്ലാവരുടെ കണ്ണിലുണ്ണിയുമായ ശ്രീ ദേവനെ ഊഷ്മളമായി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ ദ്രാക്ഷയും ജിൻറാളപ്പഴവും ചേർത്ത് കശക്കി ഒരു സ്പെഷ്യൽ വാറ്റുണ്ട്. അത് 1/2 ഗ്ലാസ് വീതം മാതളത്തിലെ തൊഴിലൊഴിച്ച് ഒരേ ഒരു പിടിയാ താളവാടി മുഴുവൻ ആക്കപ്പുറം മറിയും. അത് താനൻ വീരണ്ണൻ ഡ്രിങ്ക്. ഇതെല്ലാം ഡ്രിങ്കാ. കൊള്ളില്ലാതെ പറയുകയും ചെയ്യും, മോന്തുകയും ചെയ്യും. ആരായി വീരണ്ണൻ? വീരപ്പൻ, സാക്ഷാൽ വീരപ്പൻ. ചോദിക്കുന്നുണ്ട്, നീരസം തോന്നരുത്. അറിയാനുള്ള ശുഷ്കാന്തി കൊണ്ട് ചോദിക്കാം. ചോദിക്കേ. സത്യത്തിൽ വീരപ്പനെ കണ്ടിട്ടുണ്ടോ നേരിട്ട്? നീ എന്നെ അന്തമാര് കേക്കരുത്. നീ എന്നെ നനച്ചത് ഞാൻ വിളയാട്ട് പയല. തമിഴ്നാടുള്ള കർണാടകം പറഞ്ഞാലും പിടിച്ചു കൊടുക്കില്ല ഞാൻ. കടവുൾ കഴിഞ്ഞാൽ അവരതാൽ இந்த ഉലകത്തിലെ എനിക്ക് പെരിയവൻ ഒഴിയടാ. അളിയാ കരിമീൻ ഫ്രഷ് ആണോ? വലക്കാരുടെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങിയതാ. അല്ലെങ്കിൽ വയറ് കൊളാവേ. എങ്കിൽ പിന്നെ അതെടുത്ത് ഞണ്ണണ്ടാന്ന് വെച്ചാ എന്ത്? താൻ എന്തിനാ എല്ലാ കാര്യത്തിലും ഇടപെടുന്നേ? ഇടപെടുകയല്ല, പറഞ്ഞു പോവുകയാണ്. അടുത്ത പ്രാവശ്യം നിങ്ങൾ അളിയന്മാര് വരുമ്പോ ചാലിയാർ പുഴയിലെ കരിമീൻ വിത്ത് ഫാമിലി ഈ കുളം നിറയെ ഇങ്ങനെ പൊളഞ്ഞു കിടക്കും. പൊരിച്ചു തരാം. നിർത്തടാ, അധികം പൊളയണ്ട. ഇവനുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ ദൂഷ്യം ചെയ്യും. ഈ റാസ്കൽ നിന്നെ ഏതെങ്കിലും ഊരാക്കൂട്ടത്തിൽ കൊണ്ട് ചാടി. ഞാൻ കുട്ടികളുടെ കൂടെ ഒന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. അളയാ, സ്റ്റഫ് കഴിഞ്ഞു. അടുത്ത ബോട്ടില് ഞാനിവിടെ എത്തിക്കാം. ഓക്കെ. പരമഭാഗ്യവാന്മാർ. മദ്യപാനം, മൃഷ്ടാന്ന ഭോജനം, സഹശയനം, ഭാര്യാഗ്രഹം. എന്റെ വീരണ്ണം കഴിഞ്ഞാൽ ശുദ്ധനായിട്ടൊരാൾ വേറെ ഉണ്ടെങ്കിൽ അത് ദേവനാ. അത് ശരിയാ. ഈ പോക്ക് ഇങ്ങനെ പോവുകയാണ്
ഒരു ദിവസം അവനും എടുക്കും AK-47. മൂന്നിനെ ഒരു നിരത്തും തണ്ണീർ മൊത്തം ചെതറുന്ന പോലെ ചെതറി കുളത്തിൽ കിടക്കും. ചതറും കുടിച്ചാൽ ഇല്ലേലും ഇവൻ ചത്ത്. അത് താനോ അതോ വീരപ്പ? ആദ്യം ഞാനാടും. ഒന്നും മിണ്ടാതിരിക്കടി. ഇള്ള കുട്ടിയല്ലേ ഊഞ്ഞാലാടാൻ. കുട്ടിമാമ എന്നെ ആദ്യം ആട്ടണം. അതേടാ, നിന്നെ തന്നെയാണ് ആദ്യം ആട്ടാൻ പോണത്. നിർത്ത്. സ്റ്റോപ്പ്. ഇന്ന് വരെ ഒരു പഞ്ചായത്ത് മൂത്രപ്പര പോലെ ഉദ്ഘാടനം ചെയ്യാൻ കിട്ടാത്ത ഭാഗ്യദോഷിയാണ് ഞാൻ. അതുകൊണ്ട് ഈ ഊഞ്ഞാല് ദാസൻ ഉദ്ഘാടനം ചെയ്യും. വെറും ദാസനല്ല, കള്ളദാസൻ. വെള്ളം അടിച്ചിട്ട് ഈ ഊഞ്ഞാലൊക്കെ ആടണോ? നിനക്കറിയില്ല, രണ്ടെണ്ണം വിട്ടിട്ട് ഊഞ്ഞാലാടുമ്പേ ഭൂമിയുടെ ഷേപ്പ് മനസ്സിലാവും. ആട്ടിക്കോ ദാസേട്ടാ. ആട്ടിക്കോ. ഇതെന്ത് തൊട്ടില്ല? ആട്ട് പറയട്ടോ ഞാൻ. വെണ്ണിലെ തൊട്ട് ഭൂമി സുധി വരാതെ പറയട്ടെ. പറന്ന് ആകാശം തുടരണം. ഞാൻ ഒരു ഊഞ്ഞാലിന്റെ ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ട് താനിവിടെ വന്നിരിക്കാ, വാ വന്ന് ഉദ്ഘാടനം ചെയ്യ്. രണ്ട് നിൽപ്പനടിച്ചിട്ട് പോയാലോ? ഒരു വഴിക്ക് പോവില്ലേ? ഒരു ക്വാർട്ടർ ബ്രാൻഡി. மிசைல் இருக்கு தரட்டுமா? 50 ரூபா. മിസൈലെങ്കിൽ മിസൈൽ. ഒരു ഗ്ലാസ് തണ്ണി. பாக்கி சரி போங்க, எல்லாமே இருக்கு. ഓ, ഇവിടെയും ബാക്കാം. ഒരു ഗ്ലാസ് തണ്ണി ഓംലെറ്റ്. അയ്യോ, ഇരുന്നിരുത്തി കൂളിംഗ് ഗ്ലാസ് വെച്ച് ചത്തു പാവം. ഇവരാള് കൊള്ളാമല്ലോ. ഓംലെറ്റ് മറ്റൊരു തേങ്ങ കൊലയും നീ നല്ല കക്ഷിയാ. എന്റെ കണ്ണ് വെട്ടിച്ച് വേഷം മാറി നീ ഈ പാണ്ഡികളുടെ കൂടെ ശവനൃത്തം ചെയ്യുന്നോ? யாரியா நீ? இந்த பாடிக்கு உனக்கு என்ன கனெக்ஷன்? കണക്ഷൻ മാങ്ങാത്തലി പറ. கைய விடியா. കളിക്കല്ലേ, നിന്നെ കളി പഠിപ്പിക്കും. മുറിഞ്ഞ തമിഴ് ഇതിനായിരുന്നു നീ എന്നെ കാശിൽ നിന്ന് മുറിന്ന് പറഞ്ഞു വിട്ടല്ലടാ. മുറിയാവത് പോയാ? അയ്യോ, പോയോ? നിന്നെ പറഞ്ഞതുള്ളല്ലോ ഒന്ന് നിർത്ത്. നിനക്കിത് എന്തു പറ്റി? ഇടയ്ക്കിടയ്ക്ക് വിത്ത് വാങ്ങാനാ ട്രാക്ടർ നോക്കാനാ എന്നൊക്കെ പറഞ്ഞ് പൊള്ളാച്ചിന്ന് വരുന്നത് വെള്ളമടിച്ച് തുള്ളാനാണല്ലേ? ഓ, മദ്യപിക്കില്ല, പുകവലിക്കില്ല, പാലേ കുടിക്കൂ, നാട്ടിൽ എന്തൊരു പ്രതിച്ഛായ. നിന്നെ ഹോട്ടലിലാക്കിട്ട് ഞാൻ നാട്ടിലോട്ട് പോകുന്നുള്ളൂ. திருப்பி திருப்பி ஹோட்டல் ரூம்னு தண்ணி போட்டிருக்கியா? ஆமா, மிசைல் சாப்பிட்டு എന്താ നിനക്ക് വേണോ? கணச்சா சாப்பிடுவேன்னு தண்ணிக்காகத்தானே இந்த ஆட்டமே. பாடி ஃபார்வர்ட். மிசைல் எங்க இருக்குது? உள்ள இருக்குதா? കണ്ടീഷൻ ഇത്ര സ്ഥിതിക്ക് ഇന്ന് നാട്ടിൽ പോകുന്ന പ്രശ്നമില്ല. ആദ്യമായിട്ട് നിന്നോടൊപ്പം കുടിക്കാൻ കിട്ടിയ ഒരു ചാൻസ് അല്ലേ? പളനിക്ക് അത് പ്രശ്നേ ഇല്ലെന്നെ. അയ്യോ, പഴനി പോയി വേണ്ട. ഇല്ലണ്ണേ, എൻ പേര് പളനി. എന്റെ പേര് തിരുപ്പതി. அண்ணே, ஊர் பேர் தெரியாது எனக்கு தண்ணி வாங்கி கொடுக்குறீங்களே. மலையாளத்தில் പറയണം. நீங்க பெரிய ஆளுங்க அண்ணே, நீங்க தலைவருங்க அண்ணா. 101, 102. ബസ്സിന് എന്താ കാശ് കൊണ്ടാ മിസൈല് വാങ്ങിച്ചത്? നീ കണക്ക് വയ്ക്കരുത്. താക്കോല് പാതില് തുറന്നിട്ടാണോ അന്ന് ശവകൃതത്തിന് പോയത്? വല്ലവരും വന്ന് എടുത്തോണ്ട് പോയാ. ഓ,
സ്വീകരണം അല്ലാടാ. കുടിക്കണവനെ. മുരള, മുരള. എന്താണോ പളനി വന്നു ഇപ്പൊ. നാട്ടുകാരായിട്ട് ഓടിച്ചോണ്ടിരിക്കുക. ഈ കോലത്തിലോ കാണാൻ വല്ലാത്ത വൃത്തിയാണ്. എന്തെങ്കിലും എടുത്ത് കൊടുക്ക്. അതിന് കാണാൻ പറ്റിയില്ലെങ്കിലോ? കൗസുവ കുളിക്കാൻ നേരം പോയോ? ദൈവമേ. நீங்கள் அந்த பக்கம் சரிடா. நீங்க வாங்க. எதுக்கும் கவலைப்படாதுங்க, நான் பாத்துக்கிறேன். பெரியவரே, அது சொன்னேன்ல, போங்க. சரிங்க. நீங்க போயிட்டு வாங்க. சரி ஐயா. வாங்க, சும்மா போயிட்டு வாங்க. നീയോ? അയ്യോ, ഓടി വരണേ. അപ്പാ, അപ്പാ, അമ്മ, തേടാ, തേടാ. അയ്യോ, തേടാ, ഞാൻ ഓടി വന്നു. അപ്പാ. என்னடா மைதிலி ரூமுக்குள்ள வந்து ரேப் பண்ண பாக்கடா. ஐயோ. பெரியவரே, என்ன விஷயம்? பழனி திரும்பி வந்துட்டா ஐயா. அவன் இங்கதான் வந்திருக்கான். இங்கே? ஆமா. பெரியவரே, மன்னிக்கணும். மாமா, மாமா பாருங்க. பழனி எவ்வளவு பிடிச்சு உங்க முன்னாடி கொண்டு வந்துள்ள என்னுடைய உக்கர சபதம் பாலிச்சாச்சு. எப்படி ஊரை ஏமாத்து ஊரை விட்டு போன இவனை நாங்க சும்மா விட மாட்டோம். இவனே என்ன பண்ண வேண்டும் எங்களுக்கு தெரியும். நீங்க சொல்லுங்க, நீங்க சொல்றபடி நான் செய்யறேன். எங்களை எல்லாம் ஏமாற்றி ஊரு விட்டு போன எவனுக்கு எவன் கூட்டாளிக்கும் என்ன தண்டனை கொடுக்க வேண்டும் என்று நாட்டு கூட்டம் கூடி தீர்மானம் பண்ண வேண்டும். நாட்டு கூட்டத்துக்கு முன்னாடி இவன் தப்பிச்சு போகாம இருக்க ஊர் எல்லையில காவல் போட வேணும். நீங்க எல்லாம் தைரியமா போங்க. இந்த ரெண்டு தம்மாடிகளை ரட்சப்படாதிருக்கான ஏற்பாடுகள் எல்லாம் ஞான் செய்தோலாம். பழனி தப்பிச்சு போனா உன்னை கண்டம் துண்டமா வெட்டி போடுவேன். சரி, இப்போ நீங்க எல்லாம் போங்க. போங்க. வாங்க 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 போல. லேடிஸ பாக்குறேன். ஓடுற என்ன എന്താ മോളെ? ഈ തെമ്മാടി എന്റെ മുറി കയറി വന്ന് എന്നെ കടന്ന് പിടിച്ചപ്പാ. ഞാൻ ചെന്നില്ലായിരുന്നെങ്കിൽ ഇവൻ മൈതിലി. അതെ അപ്പ, അതെ. ഈ സാമേണ്ണൻ വന്നില്ലായിരുന്നെങ്കിൽ ഇവൻ എന്നെ
പൊയ്ക്കോ. ഇനി നാട്ടുകൂട്ടം തീരുമാനിക്കും ഇവനുള്ള ശിക്ഷ. എന്നെ എങ്ങോട്ടാ തള്ളേ? നടക്കാനാ പറഞ്ഞേ. നാടിനും വീടിനും കൊള്ളാത്തവനായി എന്തിനു വേണ്ടി, ആർക്കു വേണ്ടിയാ നീ ജീവിക്കുന്നത്? 6 മാസമായില്ലേ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട്? എവിടെയായിരുന്നു ഞാൻ ചോദിക്കുന്നില്ല. ഇത്രയും കാലം ഞങ്ങളൊക്കെ കണ്ണീര് ഉടുപ്പിച്ചത് പോരാഞ്ഞിട്ടാണോ നീ വീണ്ടും തിരിച്ചു വന്നത്? കുടിച്ചു കൂത്താടി ആഭാസത്തരം കാണിച്ച് നശിപ്പിച്ചിട്ടില്ല ഒന്നും. മുന്നിൽ വന്ന് നിന്ന് സങ്കടപ്പെടുന്നവർക്ക് മുന്നും പിന്നെ നോക്കാതെ വാരി കൊടുത്തിട്ടുള്ളൂ നിന്റെ അച്ഛൻ. ആ നല്ല മനുഷ്യന്റെയും ഈ കുടുംബത്തിന്റെയും സൽപ്പേര് മുഴുവൻ കളഞ്ഞു കുളിച്ചില്ലേ നീ? ഒന്നും വേണ്ട, എല്ലാം നശിപ്പിച്ചു. പക്ഷേ കല്യാണപ്രായം തികഞ്ഞു നിൽക്കുന്ന നിന്റെ ഈ കൂടപ്പിറപ്പിനെ ഓർത്തെങ്കിലും ഭൂമിയിൽ ഒരമ്മയ്ക്കും സ്വന്തം മകനെ കുറിച്ച് ഇത്രയും വേദനിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. സഹിക്കാവുന്നിടത്തോളം സഹിച്ചു. ഇനി വയ്യ. ഒരു ദിവസം ഞാനും എന്റെ മോളും കൂടി അവസാനിപ്പിക്കുമല്ല. മതിയായി, മതിയായി. നാട്ടുകാരെല്ലാരും കൂടി ഞങ്ങളുടെ കൺമുന്നിലിട്ട് ഒരു പട്ടിയെ കൊല്ലുന്ന പോലെ അണ്ണനെ കൊല്ലുന്നത് കാണാനുള്ള ശക്തി ഇല്ലാത്തോണ്ട് പറയാ. പൊയ്ക്കോ, എവിടേക്കെങ്കിലും പൊയ്ക്കോ. ഞങ്ങൾ ഇവിടെ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. എന്റെ പഴനി, എന്നാലും നീ എന്നെ ഇങ്ങനെ ഒരു ചതിക്കുഴി കൊണ്ടാണല്ലോ ചാടിച്ചത്. ഇനി ഇവിടെ നിന്നാ എന്റെ ശവം കാണാനുള്ള യോഗം പോലും എന്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഉണ്ടാവില്ല. രക്ഷപ്പെടണം. എനിക്കറിയാം നീ മുങ്ങൂന്ന്. അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ തന്നെ കുറ്റിയടിച്ചിരുന്നത്. ആ നിക്ക്, നീ ഇവിടുന്ന് രക്ഷപ്പെട്ട എല്ലാവരും കൂടി കുഴിച്ചു മൂടുന്നത് എന്നെ ആയിരിക്കും. അല്ല, അറിയായിട്ട് ചോദിക്ക, യാതൊരു മുന്നറിയിപ്പും ഇല്ലാണ്ട് ഇപ്പൊ ഇങ്ങോട്ട് ലാൻഡ് ചെയ്തതിന്റെ ഉദ്ദേശം? അല്ല, അത് പിന്നെ നിനക്കെന്തോ സംഭവിച്ചിട്ടുണ്ട്. ഒന്നുകിൽ നീ എവിടെയോ മാരക പ്രശ്നം ഒപ്പിച്ച് ചാടി, അല്ലെങ്കിൽ നിന്റെ തലയ്ക്കെന്തോ കുഴപ്പമുണ്ട്. തലയ്ക്ക് കുഴപ്പമോ? എനിക്കോ? പിന്നെ തലയ്ക്ക് കുഴപ്പമില്ലാത്തോണ്ടാ നാട്ടുകാരുടെ ഇടയിലേക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ വന്ന എന്നെ ചവിട്ടി മെതിച്ചെറിഞ്ഞു കൊടുത്തത്. അവർ കമ്മാനമാണ്. ഓ, അത് പിന്നെ വെപ്രവാളത്തിനിടയ്ക്ക് മാധവാ. മാധവനോ? അല്ല, പിന്നെ നാട് വിട്ട പിന്നെ എനിക്ക്. എടോ, നീ നാട് വിട്ടെന്ന് കരുതി ഞാൻ എന്റെ മുരുകൻ എന്നുള്ള പേര് മാറ്റണോ? മുരുകൻ, 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 അതാണ് പറഞ്ഞത്. അങ്ങനെ ആരും നിന്റെ അച്ഛൻ പറഞ്ഞു? ஏன்டா ஊரை ஏமாத்தி போக போறியா? இல்ல இல்லன்னே, இந்த நாட்டுக்கூட்டத்தை எப்படி ஃபேஸ் பண்ணணும்னு பிளான் பண்ணிட்டு இருக்கு. ரொம்ப பயமா இருக்கு. കണ്ടില്ലേ, ഓരോ മുക്കിലും മൂലയിലും ആൾക്കാർ കാവല. നാട്ടുകൂട്ടം കഴിയാതെ നമുക്കിനി ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല പളനി. ഈ നാട്ടുകൂട്ടെന്ന് പറഞ്ഞ വേണ്ടാത്ത ഏർപ്പാട് തന്നെയാ. ഈ ഒരു ഏർപ്പാട് ഇല്ലാണ്ടാക്കാൻ നമ്മൾ എത്ര ശ്രമിച്ചതാ. അപ്പോഴൊക്കെ നാട്ടു നിയമത്തെ ചോദ്യം ചെയ്തു പറഞ്ഞ് എത്ര തവണ അണ്ണാച്ചികൾ നമ്മളെ തല കീഴായി കെട്ടിത്തൂക്കി. മൊട്ടയടിച്ച് കോണവും മാത്രം ഉടുപ്പിച്ച് ചാണകവും കൊണ്ടെറിഞ്ഞ് ഓടിച്ചില്ലേ. നീ അവിടെ നിന്നോ, വാ. ഈ ശിക്ഷകളൊക്കെ വളരെ ചങ്കൂറ്റത്തോടു കൂടി നേരിട്ടവരല്ലേ നമ്മൾ. എന്നിട്ടിപ്പോൾ ഈശ്വരനെ വിളിക്കുന്നു. 6 മാസം കൊണ്ട് നിന്റെ ധൈര്യം മുഴുവൻ വറ്റിപ്പോയോ? മനസ്സിലായി, മനസ്സിലായി. ശുഷ്കാന്തിക്കുറവിന്റെ കാരണം മനസ്സിലായി. ഇന്ന നിന്റെ ഫേവറേറ്റ് പറങ്കി നാടി ഒറ്റ പിടിപിടി. അയ്യോ, ഞാനൊന്നും കഴിക്കില്ല. ഇതും നിർത്തിയോ? പള്ളി, നീയും ഞാനും ഒക്കെ പെട്ടെന്ന് നല്ലവരായാലേ പിന്നെ ഈ നാട്ടുകൂട്ടവും അതിനോട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരൊക്കെ പട്ടിണി കിടന്ന് ചാവേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് മാക്സിമം തെമ്മാടികളായി മുന്നോട്ട് നീങ്ങാം. നിനക്ക് എന്റെ കൂടെ നിൽക്കാമോ? നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം. വാ, വാ, ചാടിക്കോ. എന്റെ കെട്ടിയോടെ 3 പ്രസവത്തിന് ഇതുപോലെ കാത്തുകെട്ടി കിടക്കേണ്ടി വന്നിട്ടില്ല. എന്നിട്ട് ഇപ്പൊ ഇങ്ങനൊരു യോഗം ഉണ്ടാവും ജാതകത്തില്. മണിക്കൂറൊന്നായി. ഇതെന്താ ദാസേട്ടാ ഇങ്ങനെ ഒരു മാറ്റം ദേവേട്ട? ഒരു മാനസിക വിഷമം വന്നപ്പോ 2 വിട്ടു. അതിന്റെ ഒരു ഹാലിത. അപ്പൊ കുടിക്കുകയും ചെയ്തോ? മനസ്സിലായില്ലേ? ഇല്ലാത്ത തോന്നിവാസങ്ങളൊന്നും ഇല്ല കുട്ടി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാൻ പോവല്ലേ. ഒരു ആധുനിക മനുഷ്യനായി ജീവിക്കാൻ തീരുമാനിച്ചിരിക്കാൻ പഴയ ദേവൻ. ആ ചെല്ല് ചെല്ല്. ഇതെന്താ ഇങ്ങനെ? ഇതെന്നോടൊരു വീക്ക്നെസ്, ഇതെന്നോടൊരു സ്റ്റൈൽ. പോലാമാ ദാസേട്ടാ.
കുറച്ച് കൂടി പോയി കുടിച്ചതാ? അല്ല, ആ ശാന്തമ്മയുടെ ചന്തയ്ക്കടിച്ചത് അവളായതുകൊണ്ടാ. വേറെ ഏതെങ്കിലും പെണ്ണായിരുന്നു അടിച്ച് കരണക്കൂറ്റി പോവുകയായിരുന്നു. ഇല്ല ദാസേട്ടാ, ഈ പഴനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്, ഒരു പെണ്ണും തിരിച്ചു തല്ലില്ല. പഴനി ഇനി ഞാൻ പറഞ്ഞ കാര്യം ഏതോ ഒരു കസേരയുടെ കാര്യമല്ലേ, അത് എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ, ഞാൻ ശരിയാക്കി തരാം. ഏതോ ഒരു കസേരയല്ല, കർഷക സംഘം പ്രസിഡന്റിന്റെ കസേര, അതെനിക്ക് വേണം. സാറേ എടുത്ത് കയ്യിൽ കൊടുത്തു. ആ അതെ, ഇരുട്ടായതുകൊണ്ട് മനസ്സിലാകുന്നില്ല. ഈ ഗ്രാമം മുഴുവൻ ശാന്തമ്മയെ പോലെ സുന്ദരമാ. കുഴപ്പമില്ല. ആദ്യമായിട്ടാ ഞാൻ ഇങ്ങനൊരു സംഗതിക്ക് ദേവനൊരു ആഭാസനല്ലോ. അതുകൊണ്ടല്ലേ നമ്മൾ അവനെ അങ്ങോട്ട് പറഞ്ഞയച്ചത്. എന്തോ ഒരു പോരായിക. വേറെ ഏതെങ്കിലും മുതലുണ്ടോ കയ്യില്? എന്താ പഴനി, ഞാൻ ഈ ഒരു ഏർപ്പാടിന്റെ ആളാണെന്ന് കരുതി. ഇങ്ങനെയൊക്കെയല്ലേ പുതിയ പുതിയ തൊഴിലുകളൊക്കെ പഠിക്കണത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പ്രസിഡന്റ് ആകാൻ പോകുന്ന ആളെ നാറ്റിക്കരുത്. ഇതാ ദേവന്റെ വീട്. പിന്നെ തമിഴ് പേശാതെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. അതേതാ മുതല്? ദേവന്റെ പെങ്ങള ബിന്ദു, വിവാഹിത. എങ്ങോട്ട്? ഇപ്പൊ പിടിച്ചാലേ, അല്ല പിടിച്ചില്ലായിരുന്നോ വീണനെ? ഓ വന്നോ, നിനക്ക് വെച്ചിട്ടുണ്ട് ഞാൻ. എല്ലാ ഇടകൂടങ്ങളും ഒപ്പിച്ചു വെച്ചിട്ടല്ലേ നീ പൊള്ളാച്ചിക്ക് പോയത്. ഒരക്ഷരം മിണ്ടി പോരുത്. എന്താ ഒരു കോലം, ആകെ കറുത്ത കരിവാളിച്ച്. ദേ അവിടെ എല്ലാരും നിന്നെ കാത്തിരിക്കാം, അങ്ങോട്ട് വാ. എന്താണോ എനിക്ക് അമ്മയും പെങ്ങളെ കണ്ട തിരിച്ചറിഞ്ഞൂടെ? എന്ത് ചെയ്യാനാ ആ ഒരു ഏരിയ കണ്ട പിന്നെ എന്റെ കൈ വെറുതിരിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ഒരു വീക്ക്നെസ്. നിന്റെ പെങ്ങളാ പോയത്. എന്റെ പെങ്ങളോ? അതെ, നീ ഇപ്പൊ ദേവനാ. ഓ അപ്പടിയാ കുപ്പടിയാ. നിന്റെ തമിഴൊന്നും ഇവിടെ വേണ്ട. ഓക്കെ ദാസേട്ടാ, പക്ഷെ ഇവിടെ മൊത്തത്തിൽ കളർഫുൾ. എന്റെ കൈ മാത്രം ഒന്ന് കൺട്രോൾ ചെയ്തേക്കണേ. അതേതാ മുതല്? എന്റെ ഭാര്യ പൊന്നമ്മ, പരിശുദ്ധയാ. പൊന്നമ്മേ, എവിടെയായിരുന്നു ഇതുവരെ രണ്ടുപേരും? ഞങ്ങൾ ഇറാഖ് വരെ പോയിരുന്നു. നിന്റെ തന്ത. നല്ല ബെസ്റ്റ് ഫാമിലി. എടാ എന്താ ഇതുവരെ ഇവിടേക്ക് കയറാറായില്ലേ? ഇതെന്നാ ഡിസ്പെൻസറിയാ? എന്തോ ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ? എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? നടക്ക്. ഇവരെയും കൊണ്ട് താൻ എങ്ങോട്ടാണോ പോയത്? ഞങ്ങൾ കർഷക സംഘത്തിന്റെ കുട്ടികളുമായി പ്രശ്നമുണ്ടാക്കി മുങ്ങുമ്പോ നിനക്കറിയാമായിരുന്നില്ലേ ഞങ്ങളുടെ ഇവിടെ കുട്ടികളെ കുടുംബമായി ജീവിക്കുന്ന കാര്യം? നിനക്കറിയോ ഇവിടെ എന്തൊക്കെ നടന്നെന്ന്? അതൊക്കെ ഇവനെന്തിനറിയണം? മറ്റുള്ളവരെ പറ്റി ചിന്തിക്കാൻ പോലും ചെയ്യാതെ ഒരു കള്ളനെ പോലെ ഓടി രക്ഷപ്പെട്ടില്ലേ? റിപ്പറ് ബട്ടറ് എന്നൊക്കെ പറഞ്ഞ് കണ്ട തെമ്മാടുകൾ വീട്ടിനകത്ത് ഞങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോ ഇടിച്ച് പരുവമാക്കിയ നീ കണ്ടില്ലേ? ഇത് കണ്ടോ? നിനക്കുള്ള മുന്നറിയിപ്പാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. അനുഭവിച്ചോ? ഞങ്ങളുടെ വഴിക്ക് പോവാ. ഇടിച്ചു കയറിക്കോ. ചോദിച്ചതിന് സമാധാനം പറഞ്ഞിട്ട് അകത്തേക്ക് കയറിയാ മതി. മാറടോ. എന്താ നീ പറഞ്ഞത്? മാറിടാ. ദേവ, നിനക്ക് എന്താ പറ്റി? നീ ആരോട് സംസാരിക്കണെന്നറിയോ? അറിയാം, എനിക്ക് ചുറ്റും നിന്ന് എന്നെ പിഴിഞ്ഞു തിന്നുന്ന കുറെ ചെറ്റകൾ. ഇനി മുതൽ ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും. എല്ലാരും അകത്ത് പോട്ടോ. പഴനി, ഭ്രാന്ത്. നൻപൻ, എന്നോട് ഉയർ നൻപൻ. ഏത് നേരത്താ ദാസേട്ടാ നമുക്ക് ഇങ്ങനൊരു ബുദ്ധി തോന്നിയത്? ഇതിലും ഭേദാറിപ്പയുടെ കൈകൊണ്ട് ചാകുന്നതായിരുന്നില്ലേ? അവൻ ഇത്രയും വലിയ പ്രശ്നക്കാരനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു ഏർപ്പാടിൽ നിൽക്കുമായിരുന്നു നമ്മൾ. ഇനിയിപ്പോ എന്താണ് ഒരു വഴി? എന്ത് വഴി? വല്ല നായയുടെയോ പട്ടിയുടെയോ പൂച്ചയുടെ ഒക്കെ വേഷം കെട്ടി ജീവിക്കുക, അത് തന്നെ. പ്ലാൻ പண்றீங்களா? இல்லை. ஜாகிரதை.
ആരായത്? നാട്ടുപ്രമാണി. നാട്ടുപ്രാണി? നാട്ടുപ്രാണിയല്ല, നാട്ടുപ്രമാണി. ഇതാണ് ഇവിടുത്തെ കുഴപ്പം. ചുറ്റും കാവല. നാട്ടുകൂട്ടത്തിന് കൊടുത്ത വാക്ക് പാലിക്കാതെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റും തോന്നുന്നില്ല. അതൊക്കെ പോട്ടെ, പഴനി ഉടുമൽപേട്ടന്ന് 45 കിലോ. എന്നെ കൊണ്ടൊന്നും പറയരുത്. അവിടെ കൊണ്ടാക്കിയ പഴനി എന്തായിന്ന്? അത് ഞാൻ പറഞ്ഞില്ലേ, ആ റിപ്പറെ അടിച്ച് ഒതുക്കിയതോടെ വീട്ടുകാർക്ക് നാട്ടുകാർക്ക് പേടിയാവനെ. നീ അങ്ങനെ ഇങ്ങനെ മാറി ഇന്ന അവരുടെ സംശയം. എന്തായാലും ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. പ്രമാണി തൊഴണ്ട, പിച്ചക്കാരനാ. പോയി അങ്ങത്. അതെ, കണ്ണടച്ച് വിശ്വസിക്കരുത് അവരില്ല. എപ്പോഴും എല്ലാത്തിനും ദാസേട്ടൻ തന്നെ കൂടെ ഉണ്ടാവും. ആ ഒരു ധൈര്യത്തിലാണ് ഞാനിവിടെ ജീവിക്കുന്നത്. ഉണ്ടാവും, എല്ലാം നല്ലതിനാണെന്ന് കരുതി സമാധാനിക്കുക. പഴനിയോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കിവിടെ പരമസുഖമാണെന്ന് പറയാം. പരമസുഖം. ദേവരല്ല, നീചരാശിയാണ്. അപമൃത്യു വരെ സംഭവിക്കാം. പണിക്കരെ ഒന്ന് തെളിച്ചു പറഞ്ഞ. പ്രശ്നവശാ നോക്കുമ്പോ ഒരു പ്രേതാത്മാവ് ഈ ശരീരത്തിൽ കയറിക്കൂടിയിരിക്കുന്നു. സ്ത്രീലമ്പടനും ആഭാസനും ചട്ടം പെയ്യുമായ ഒരു ആത്മാവ്. അത് മുമ്പ് തറവാട്ടിൽ അപമൃത്യു സംഭവിച്ച ഒരു കാരണവരുടേതാവാനാണ് സാധ്യത. ഒരു കൂട്ടുകാരനുണ്ടല്ലോ കൂടെ. എല്ലാം അയാളുടെ നിർദ്ദേശത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കാരണവരുടെ ആത്മസുഹൃത്തിന്റെ ആത്മാവ് ഈ വ്യക്തിയിലും കയറിക്കൂടിയിരിക്കണു. അയ്യോ, എന്റെ പണിക്കരെ, കൂട്ടുകാരന്റെ ശരീരത്തിൽ ആത്മാവ് കയറി കൂടിയിട്ട് വർഷങ്ങളായി. അത് ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം. ദേവന്റെ കാര്യം പരിഹാരം കാണാം. ഒഴിപ്പിക്കുമ്പോ 2 പ്രേതാത്മാക്കളെയും ഒറ്റയടിക്ക് ഒഴിപ്പിക്കുന്നല്ലേ ബുദ്ധി. പൂതേരിമലയ്ക്കൽ വിഷ്ണു നമ്പൂരിയ ഇതിന് പറ്റിയ ആൾ. അദ്ദേഹത്തിന്റെ മുന്നിലെ ഈ 2 പ്രേതാത്മാക്കളും അടിയറവ് പറയുള്ളൂ. ഓം അവിക്രമസ്തു ഭൂതപ്രേത നിവാരണാർത്ഥം ഓം അണ്ഡഗണാഖായ ഓം ഓം അഖണ്ഡേശ്വര്യായ ഓം ഓം ഭീം ഭോം ഹൂ ഓം കാരണവന്മാർക്ക് എന്താണാവോ വേണ്ടത്? ആദ്യം ഒരു കുടം കള്ള്, അത് കഴിഞ്ഞിട്ടാവാം മറ്റെന്തും. ആവാം, അതാണല്ലോ അവിടുത്തെ ശീലം. എന്നാ സേവിച്ചോളൂ. ഓ ഏയ്, ഈശ്വര, കണ്ടില്ലേ കള്ളു പൊന്തുന്നത്? അത് പ്രേതം കയറിയാലേ ഇറങ്ങിയാലും ദിവസമുള്ള പതിവാ. അത് കാര്യാക്കണ്ട. ഇനി എന്താ പരിപാടി? മദ്യം കഴിഞ്ഞ മദിരാശിയാണ് പ്രിയം. അതും കൂടി അവിടെ നിന്ന് ശരിയാക്കി തന്ന സന്തോഷായി. എന്താ ശങ്കുണ്ണി? ആ ഒരു ഏർപ്പാട് ഇതുവരെ തുടങ്ങിയിട്ടില്ല ഞാൻ. ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാലോ. ഇതുകൊണ്ട് മാത്രം എങ്ങനെയാ അഷ്ടിക്ക് വകയുണ്ടാക്കുക? എന്താ ശങ്കുണ്ണി? ഈ ശങ്കുണ്ണി കൂടാതെ ജീവിക്കാൻ പറ്റില്ലേ കാരണവർക്ക്? എന്തിനാ ഇന്ന് നിർഗുണനെ കൂടെ കൊണ്ട് നടക്കണേ? നിർഗുണന്റെ തന്ത എടോ പൂണൂലേ, മരിക്കുന്നവരെ ഈ ബന്ധം വേർപെടുത്താൻ ആർക്കും കഴിയില്ല. മരിച്ചല്ലോ, ഇപ്പൊ ഒരു ആത്മാക്കളല്ലേ നിങ്ങൾ? മരണം അത് വെറും തോന്നലാണ് തിരുമേനി. ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരാളായി ജീവിക്കുക, മരിച്ചു കഴിയുമ്പോൾ മറ്റൊരാളുടെ ദേഹത്ത് കയറി ജീവിക്കുക. അവിടെ തന്നെ എന്താ ഉദ്ദേശം മനസ്സിലായില്ല. ജീവാംശം വലിച്ചെടുത്ത് രക്തമാട്ടകളെ പോലെ ഉറിഞ്ചി കുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബൂർഷ്വാത്മാക്കളെ പൊടലയോടെ വെട്ടി നിരത്തി കൊന്നു കൊല വിളിച്ച് കുഴിച്ചുമുടാനാണ് ഉദ്ദേശം. തിരുമേനി, ഈ ചുടല ഭിക്ഷക്കളുടെ ഗീർവാണം കെട്ടിരിക്കാതെ കാര്യത്തിലേക്ക് കടന്നോളൂ. ഈ കുടുംബത്തിന് മനസമാധാനത്തോടെ ജീവിക്കണം. ഒഴിഞ്ഞു പോവുക. ഒഴിയില്ല, ഒഴിയില്ല, ഒഴിയില്ലേ? ഒഴിയില്ല, ഒഴിയില്ല. ഇതേതോ വഞ്ചിപ്പാട്ടുകാരുടെ പ്രകടമാണ് കൂടിയിരിക്കുന്നത് തിരുമേനി. വഞ്ചു സഞ്ജു ഞാൻ നോക്കിക്കോളാം, താൻ പോടോ. എന്നാ നമുക്ക് സംസാരിക്കാം. സംസാരിക്കേ. എന്നാ തുണി പോക്കി തീയിലോട്ടിരിക്കെ. എന്താണോ താൻ പറഞ്ഞത്? എന്താ ഇവനെ കൊണ്ട് ബുദ്ധിമുട്ടായോ നിങ്ങൾക്ക്? ഇനി ഇതുപോലുള്ള മന്ത്രവാദങ്ങൾ നടത്തുവോ? ആട്ടങ്കി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോളാം. മനസ്സിലായോ? ക്ഷമിക്കാതെ നിനക്ക് ഇവനൊരു വിലയില്ല അല്ലേടി? വില വെക്കണം. നിനക്ക് ഇവനോട് പുച്ഛമാണല്ലോടി? പുച്ഛിക്കരുത്. നീ ഇവന്റെ കരടക്കുറ്റിക്ക് അടിക്കരുത്. ഒരെണ്ണം കൂടെ കൊടുക്ക. നോക്കിക്കാതെ കേറി
സോറി മാമി മൈലി മാമി വാங்க എന്താ ഇത്? കൈവിട്. ഞാൻ പറഞ്ഞപ്പോ ആരും വിശ്വസിച്ചില്ല. എല്ലാരും അവനോട് പുറം പൂച്ച് മയങ്ങി പോച്ചു. കാര്യം എന്താന്ന് വെച്ചാ പറയടാ. അവൻ മുങ്ങി പളനി നാട് വിട്ടാച്ച്. വിശ്വാസം വരുന്നില്ലെങ്കിൽ അങ്ങേ കേട്ടുപ്പാർ. പളനി എവിടെ? എനിക്കറിയില്ല. ഇന്നലെ രാത്രി 2-2:30 മണി വരെ എന്റെ കൂടെ ഏറുമാടത്തിലുണ്ടായിരുന്നു. നേരം വെളുത്ത് ഞാൻ നോക്കുമ്പോ അയ്യോ പച്ചക്കള്ളം. എവനറിയാം. എവനെ കൊണ്ട് ഞാൻ സത്യം പറയിക്കും. എടാ പറയണം. എടാ പറയടാ പളനി എവിടെ പോയത്? എടാ സത്യമാ എനിക്ക് തിരിയാതെ, കടവുളാണ് എനിക്ക് തിരിയാതെ. അപ്പാ എല്ലാരും പറഞ്ഞു പറ്റിച്ച അവ സ്ഥലം വിട്ടില്ലേ? നാട്ടുകാരുടെ മുമ്പിൽ അപ്പ നാണം കെടുത്തില്ലേ? മൈലി മാമ വിഷമിക്കണ്ട. നാട്ടുകാരുടെ മുന്നിൽ തലവലിക്കാൻ മാമ അവനെ അനുവദിക്കാൻ മാട്ടെ. വളരെ പാതി വഴി വിട്ടിട്ട് പോയ പണി ഞാൻ ഏറ്റെടുക്കും. 100ക്ക് 100 മേനി. എന്നിട്ട് ഈ നാട്ടുകാരുടെ കടങ്ങൾ മുഴുവൻ ഞാൻ തീർക്കും. அந்த திருடம் போகட்டும் மாமா. இதோ பார். இந்த சுவாமிநாதன் இந்த மாமாவை இந்த மாமியை விட்டு எங்கேயும் போக மாட்டேன். இந்த மயில கல்யாணம் കഴിച്ച് நாட்டாமையாയി இந்த ஊருக்கே அதிபனாയി இந்த கசரை நான் உட்காருவேன். கல்யாணத்தை எப்போ வச்சுக்கலாமா? மாமா கண்டுபிடிச்சாச்சு. மயிலையை கண்டுபிடிச்சாச்சு. இவன் பழனி இல்ல, பழனி கேரளாவில் இருக்கு. நான் சொல்லியப்ப யாருக்கும் நம்பிக்கை இல்ல. எல்லாரும் சொல்லியாச்சு. எனக்கு பைத்தியம். மாமா மாமா ஒரு மண்டல் தல்ல மாமா. மயிலி 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 நீ எங்க